കണ്ടനാഴി അരി കടന്ന് ഒരര അണയും കൂടി വേണം. ചന്തയിൽ പോയി ഇത്തിരി ഉണക്കമീൻ വറുത്ത് തിന്നാനേ, ചോറിനാനേ, പൊടിയ എല്ലാം ഞാൻ തിരികെ തരും. എന്റെ മകൾ വരട്ടെ. എന്റെ പാർവമ്മ ഇവിടെ എന്താ പണം കഴിക്കുന്ന മരം ഉണ്ടോ? എപ്പോഴും എപ്പോഴും നിന്റെ ഭർത്താവേ അങ്ങ് കൊളമ്പിലേ പണം വാരലാണെന്നാ എല്ലാരും പറയണേ. എന്താ കൊളമ്പിന്ന് വരുന്ന പൈസക്ക് കണക്കില്ലേ? ഞാൻ ഈ 3 കുട്ടികളെ എങ്ങനെയാ കഴിയാ? ഓ അത് പറഞ്ഞപ്പോഴാ എന്റെ മോളെ, നിനക്കൊരു പെൺകുട്ടിയെ വേണ്ടേ? ഞങ്ങളുടെ കുടുംബത്താണേലേ പെൺപട പെരുകി വരാം. ഞങ്ങള് 13, എനിക്ക് 5 പെൺകുട്ടികള്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി കയറാത്ത അമ്പലവും ഇല്ല, ചെയ്യാത്ത വഴിപാടും ഇല്ല. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായ? അവസാനത്തെ പ്രസവത്തിനെ കണിയാന് നോക്കിയിട്ട് എന്താ പറഞ്ഞ, ഇത് പെൺകുട്ടി തന്നെയെന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ, അതും അങ്ങോട്ട് തെറ്റി. അപ്പൊ ഉണ്ടായ കുട്ടിയാ ആ ചാവാലി പയ്യൻ, നമ്മുടെ വാസു. വാസു എവിടെ പോയി? കാണാനല്ലോ. എന്റെ വാസു, എനിക്കിവിടെ എന്തൊക്കെ പണിയാ കിടക്കണം. 100 കൂട്ടം ജോലിയുണ്ട്. മോനൊന്ന് പോയേ. വാസു, നീയേ തുമ്പിയെ പിടിക്കാൻ ആ മുറുക്കാനൊന്നും ഇങ്ങോട്ട് എടുത്തോളൂ. പാറുവമ്മേ, എന്റെ തലയിൽ അപ്പടി പേനാണ്, ഒന്ന് നോക്കോ? ആ അതെ, നേരമുള്ളപ്പോ മുടിയെല്ലാം കോതി വാരി പേനൊക്കെ പെറുക്കി തരാം. ഇപ്പോ എന്റെ ചെക്ക ഒന്ന് പോയി എടുത്തിട്ട് വന്ന് മൂത്തോട് പറഞ്ഞ കൊടുക്കണ്ടേ? ഏകദേശം ഒരു മൂത്ത്. ഓ എനിക്ക് വേണ്ട, ഇനി ഒരു മോന്ത. മോളെ നീയേ ആ കത്തൊന്ന് വായിച്ചേ. അങ്ങ് കൊളംബിയിൽ വന്ന കത്ത് പാറോമ്മയൊന്ന് കേക്കട്ടെ. എത്ര കാലായി കത്ത് വായിച്ച് കേട്ടിട്ട്? ആഴ്ചക്ക് വായിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അവരുടെ വിശേഷങ്ങൾ പ്രത്യേകം എഴുതണം. അച്ഛൻ ചോദിച്ചു എന്ന് പറയണം. എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. പാറു അമ്മ വരാറില്ലേ? എന്റെ അന്വേഷണം പറയണം. എന്റെ പാറു അമ്മ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ എപ്പോഴും എന്നെ കൊണ്ട് വായിപ്പിക്കുന്നത്? കൊളംബേ അങ്ങ് 300 നാഴിക ദൂരത്താ. അവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ടെന്നാ പറയണേ. കള്ളന്മാരും കൊള്ളക്കാരൊക്കെ എല്ലായിടും ഉണ്ട്. എന്നാലും കുട്ടിയോട് ഇവിടെ നിൽക്കുന്നതാ നല്ലത്. അവന് 3 തവണ വരാറുണ്ടായിരുന്നല്ലോ. അവിടെ പണത്തിന് കുട്ടികളെ പിടിക്കലും കൊല്ലലും ഉണ്ടെന്നൊക്കെ കേൾക്കണം. വാസു, ഒന്ന് പോയി നോക്കിട്ട് വരൂ. അമ്മേ, കമ്പിയാണ്. പറമ്പ് നിൽക്കൂട്ടോ. കൊളംബിന്നാ പുറപ്പെട്ടു. അത്രേ ഇന്ന് വരുന്നാ എഴുതിയിരിക്കണത്. വാസു, അച്ഛൻ ഇന്ന് വരുന്നത്രേ. അമ്മേ, ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല. അച്ഛൻ നല്ല സന്തോഷം കുട്ടിക്ക്. പോവണ്ടാട്ടോ കുട്ടീന്ന്. എല്ലാവർക്കും എന്തെങ്കിലും കൊണ്ടുവരും. ഇപ്പൊ ചെയ്യാം. എനിക്ക് ആകെ എന്തൊക്കെ ചെയ്യണമല്ലോ. ഇതെല്ലാം ഒന്ന് ഒതുക്ക്. ഞാനേ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കാലാക്കാം. ശരി ശരി. കടലിൽ കൂറ്റൻ തിരുമാലകളുണ്ടാവും. വലിയ സ്രാവുകളും ഭീമൻ തിമിംഗലങ്ങളും ഉണ്ടാവും. അച്ഛൻ വേഗം ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. എന്റെ അച്ഛനെ ഒന്നും വരുത്തരുതേ. വാസു, അതിന് നിനക്ക് അത്രയ്ക്ക് ഓർമ്മയുണ്ടോ? നീ ഉണ്ടായപ്പോ അങ്ങ് പോയതല്ലേ. ഇപ്പൊ വരാം. വാസു, ഇത് വേഗം തപ്പടി ശരിയാട്ടോ. നീ ഒന്ന് വൃത്തിക്ക് വെളിച്ചൊക്കെ നിൽക്കൂ. അമ്മേ, ആരോ വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ, അച്ഛനാ അച്ഛനാ. സ്കൂളിൽ പോകട്ടെ. അച്ഛൻ വരുന്നത് അറിഞ്ഞോണ്ട് ഞാൻ പോയില്ല.
നന്നായിരിക്കുന്നോ? എല്ലാരും നന്നായിരിക്കുന്നു. സുഖം തന്നെ. സംഭാരം കുടിക്കൂ. യാത്ര ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ? ഇതേതാ ഈ കുട്ടി? കൊളംബില് യുദ്ധം നടക്കുകയല്ലേ, തെരുവിലേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. നിത്യവും ബോംബാക്രമണങ്ങൾ. അങ്ങനെ ഒരു ബോംബാക്രമണത്തിൽ എൻ്റെ സിംഹള സുഹൃത്തും കുടുംബവും കൊല്ലപ്പെട്ടു. ഏക മകൾ ലീല, അവളിന്ന് അനാഥയാണ്. ഞാൻ അവളെ ഒന്ന് കൂട്ടി. പെട്ടിയോടി എടുത്തോളൂ കേട്ടോ. ആ, ഒരു പെൺകുട്ടിയാണല്ലേ മോളെ. ഡാഡി, നിങ്ങൾക്ക് ആരാക്കും? ഇത് വാസു, ഉന്നോടെ അണ്ണ. ഇത് പാറുവമ്മ, പക്കത്ത് താൻ വീട്. ഇത് അണ്ണാവിടെ അമ്മ, ഉന്നോടെ അമ്മ. എന്താ പെട്ടിയില്? മോളുടെ പെട്ടിയത് ആർവമ്മ കാണട്ടെ. മാള് വരൂ. ഹായ്, എന്തോരം സാധനങ്ങളാ, എത്ര കളിപ്പാട്ടങ്ങളാ, ചന്തമുള്ള ഉടുപ്പുകളും. ആ, നിങ്ങൾക്ക് കളിക്കാനിടി. എടുത്തു വെക്കാട്ടോ ഒക്കെ. ഊണിനെ ചമ്മന്തിയാക്കാം. ധൈര്യമുണ്ട്. പപ്പടം കാച്ചാം. എന്നാലേ നീനെ കണ്ട നമ്മുടെ കുടുംബത്തെ കുട്ടികളെ പോലെ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെയൊന്ന് തൊടാൻ തരുമോ? ഡാഡി, അണ്ണ മൂന്നിയെ കേട്ടില്ലേ, കൊടുക്കുന്നുണ്ടോ? കൊടുക്കുമാ നിർമ്മിക്ക. ഇങ്ങനെയൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ തരുമോ? ഈ കുട്ടികളിത് എവിടെ പോയി? ഊണ് കാലായല്ലോ. നീ കണ്ടോ, അവര് വേഗം ഇണങ്ങി. അവര് ഒരുമിച്ച് കളിക്കുക. എനിക്ക് നല്ല സംശയമുണ്ട്. കൊളമ്പിന് അമ്മാമ്മ എന്നെ വിളിച്ചിരുന്നു. എന്താ നിന്റെ സംശയം? ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളുടെ മുഖം എല്ലാം പറയാനുണ്ട്. എന്നെ കുട്ടികളെ കാണാൻ നിങ്ങൾ വരാനായിട്ടേ കൊല്ലാറായി. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കുട്ടികളെ അങ്ങോട്ട് വേണ്ടാണ്ടായി. നിന്നെ കുട്ടികളെ വേണ്ടാതായെങ്കിലേ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമോ? എനിക്ക് നിന്നെയും കുട്ടികളെ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. അമ്മമ്മ എന്നോട് എല്ലാം പറഞ്ഞേക്കണു. നിങ്ങൾ അവിടെ തമിഴത്തിനൊപ്പമല്ലേ വസിക്കുന്നത്? ആ കുട്ടിക്ക് നമ്മുടെ വാസനേക്കാൾ ഒരു വയസ്സിലേ കുറവുള്ളൂ. ആ കുട്ടി ഉണ്ടായതിനു ശേഷം ഈ വാസനെ കാണാൻ നിങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ? വെച്ചപ്പോ കണ്ടിട്ട് പോയതല്ലേ മനുഷ്യ. നിങ്ങളെ തന്നെ നനച്ചിരുന്ന് എന്റെ ജീവിതം പാഴായി. എനിക്ക് എന്റെ മതിയായി. പൊന്നു മാളു, നീ ഒച്ച വെക്കാതെ, കരയാതെ. ആ കുട്ടികൾ കേൾക്കും. ആ പാറൂമങ്ങ ഇത് കേട്ടാൽ നാട് മുഴുവൻ നിറയ്ക്കും. ആരോമ കേൾക്കട്ടെ, നാട്ടൊരു മൊത്തം കേൾക്കട്ടെ. ദുഷ്ടനാ നിങ്ങള്, ജാതികനാ, എല്ലാവരും അറിയട്ടെ. എനിക്ക് ജീവിതം വേണ്ട. ഞാനും എന്റെ മക്കളും അവരെ കൊണ്ട് തിരിച്ചാവും. ലീലേ, ലീലേ. കൊളംബിയ സാധ്യത എല്ലാം നല്ല ഇരുന്നത്.
വാസു മോനെ, ഞാൻ മടങ്ങുക. ഇന്ന് കപ്പലുണ്ട്. മോൻ ലീലയെ പെങ്ങളായി കരുതണം. അമ്മയെ അനുസരിക്കണം. ഈ അച്ഛനെ എൻ്റെ മോൻ വെറുക്കരുത്. ഈ വരവിന് നിന്റെ ഏട്ടന്മാരെ കാണാനുള്ള യോഗം ഈ അച്ഛനുണ്ടായില്ല. അവരോട് മോൻ പറയണം, ഏട്ടന്മാരെ പ്രത്യേകം അന്വേഷിച്ചതായിട്ട്. അച്ഛാ, അച്ഛൻ പോകണ്ട, അച്ഛൻ പോകണ്ട. ലീല ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാം. എന്റെ കളിപ്പാട്ടങ്ങൾ എല്ലാ രീതിയിൽ ഞാൻ കൊടുക്കാം. അച്ഛൻ പോകണ്ട. അമ്മയുടെ ദേഷ്യം എല്ലാം കുറച്ച് മാറിക്കോളും. അച്ഛൻ പോകണ്ട. പോകാതെ വയ്യ മോനെ. നന്നായി പഠിക്കണം കേട്ടോ. അച്ഛൻ തിരികെ വന്ന് മോനെ കുളമ്പിലേക്ക് കൂട്ടിയിട്ട് പോകാം. വരുന്ന വിവരത്തിന് അച്ഛൻ കത്തുമായി. അപ്പുക്കുട്ടന്റെ പഴത്തിടപ്പേക്കാളും ഇമ്രാൻകുട്ടിയുടെ മൊത്തോക്കിനേക്കാളും ഈ മൂവി എല്ലാവർക്കും ഇഷ്ടമായി. ഇത് വെച്ചിക്കോ, എന്നോട് ഗിഫ്റ്റ്. ഇതാ എന്റെ പന്ത്, എന്റെ കാറ്റാടി എല്ലാം നീ എടുത്തോ. നിന്റെ ഓർമ്മയ്ക്കായി ഞാൻ എന്നും സൂക്ഷിക്കും. Set